സിനിമാ പത്രം പ്രേക്ഷകർക്ക് സ്വാഗതം. ഇവിടെ ഇപ്പോൾ നമ്മുടെ ആധുനിക സിനിമയുടെ പടവുകൾ ചവിട്ടിക്കയറി വന്ന ജയൻ എന്ന ആ ബൃഹത്തായ നടൻ്റെ മകനാണ് ഇവിടെ നമ്മുടെ ക്യാമറയ്ക്ക് മുമ്പിൽ നിൽക്കുന്നത്. പുള്ളിയുടെ സിനിമാ വിശേഷങ്ങളിലേക്ക് നമുക്കൊരു എത്തിനോട്ടം നടത്താം. സർ, ഈ ആധുനിക സിനിമാ മേഖലയിലേക്ക് മെല്ലെ ഒച്ചയുണ്ടാക്കാതെ ചുവടുകൾ വെച്ച് കയറുന്ന അങ്ങയുടെ കാൽപാദങ്ങൾ നമ്മൾ സ്പർശിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. എന്താണ് ആധുനിക സിനിമയിലേക്കുള്ള ചുവടുവെപ്പിൻ്റെ ഈ രഹസ്യം, അല്ലെങ്കിൽ അതിൻ്റെ ഈ പമ്മിയ ചുവടുവെപ്പുകളുടെ കാര്യകാരണങ്ങൾ, അവയൊക്കെ കുറിച്ചൊന്ന് വിശദീകരിക്കാം. നമസ്കാരം, ഞാൻ മുരളി ജയനാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നടൻ ജയൻ്റെ മകനാണ്. ഞാൻ എപ്പോഴും ഈ വാക്ക് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, അതങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. കാര്യം അതിൻ്റെ ആവശ്യം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ്. എല്ലാവർക്കും എന്നെ അറിയാം. കേരളത്തിലെ എല്ലാ പ്രിയപ്പെട്ട ആളുകൾക്കും എൻ്റെ അച്ഛനെ ഇഷ്ടമാണ്, അതുപോലെ എന്നെയും നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി. ഇദ്ദേഹം ചോദിച്ച ചോദ്യം ഒരു സൂപ്പർ ചോദ്യമാണ്. ഇതുവരെ ഒരു ചാനലും ചോദിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് ഈ ആധുനിക സിനിമയിൽ വളരെ മെല്ലെ മെല്ലെ ചുവട് വെച്ച് വരുന്നത്? സൂപ്പർ ചോദ്യമാണ്. ആ ചോദ്യം തന്നെ മറുപടി ഇത്രേ ഉള്ളൂ. ഇതൊരു യുദ്ധമാണ്. എൻ്റെ അച്ഛൻ കുടുംബമായിട്ടുള്ള ഒരു യുദ്ധം. നിസ്സാരമായ ഒരു കാര്യമേ ഉള്ളൂ. പക്ഷേ അപ്പോൾ എന്ത് വഴിയും ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടി നമുക്ക് സ്വീകരിക്കാം. അല്ലെ കൊലപാതകം പാടില്ല, അടി പാടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ പല വഴികളും നോക്കി. അങ്ങനെ ഓരോ വഴികളിലൂടെ നടന്നാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിയത്. പിന്നെ ഇതിനകത്തേക്ക് കൊണ്ടുവരുന്നത് ഇതിൻ്റെ ഡയറക്ടർ, നിർമ്മാതാവൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാനും നോക്കി കൊള്ളാം, ഇനി ഈ മേഖലയിലൂടെ ജനങ്ങളിലേക്ക് ഞാൻ എത്തണം. എൻ്റെ അച്ഛൻ്റെ ആ റിയൽ രൂപം, ഈ കാണുന്ന രൂപമൊന്നുമല്ല, റിയൽ ജയൻ എന്ന് പറഞ്ഞ വ്യക്തിയെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്തിരിക്കും. അതിനെങ്ങോട്ടും ദൂരം പോകുന്നില്ല. ഏറിയാൽ ഒരു ഡിസംബർ ടു ജനുവരി മാസത്തോടുകൂടി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഈ രൂപത്തിൽ നിന്നും അതിശക്തമായ നിങ്ങളുടെ പ്രിയപ്പെട്ട ജയേട്ടൻ്റെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. മെല്ലെ മെല്ലെ ഞാൻ വരുന്നതേ ഉള്ളൂ. വളരെ ശക്തമായിട്ട് വരുന്നു. യുദ്ധം തന്നെയാണ്, ശക്തമായ യുദ്ധം. ഞാൻ ഒറ്റയ്ക്കുള്ളൂ. പിന്നെ എന്നെ സഹായിക്കാൻ കുറേ ചേട്ടന്മാരുണ്ട്. ഒരു അശോകൻ ചേട്ടനുണ്ട്, ഒരു മണികണ്ഠൻ ചേട്ടനുണ്ട്, ഒരു നിലമ്പൂർ സുരേഷ്, അങ്ങനെ ഒത്തിരി ഉണ്ട്. ഇവർ പറഞ്ഞാൽ തീരത്തില്ല, അത്രയും ആൾക്കാർ എൻ്റെ കൂടെ ഒപ്പം. പിന്നെ കേരളത്തിലെ നിങ്ങളെല്ലാവരും ഉണ്ട്. അപ്രതീക്ഷിത സംഭവങ്ങളുടെ സമാഹാരമാണ് ജീവിതം എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അച്ഛൻ്റെ മരണവും അങ്ങനെ ആയിരുന്നല്ലോ, അപ്രതീക്ഷിതമായിരുന്നു. അപ്രതീക്ഷിത സംഭവങ്ങളുടെ ഒരു സമാഹാരം തന്നെയായിരുന്നു. സിനിമയിലേക്കുള്ള ഈ ചുവടുവെപ്പുകൾ അപ്രതീക്ഷിതമായിട്ട് വന്നതാണ്. അപ്രതീക്ഷിതമായിട്ട് വന്നതാണ്. കാര്യം എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു വലിയൊരു സിനിമ മോഹിക്കുന്നില്ല. പക്ഷേ നാടകം, അതിൻ്റെ അഭിനയമൊക്കെ പഠിക്കണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അന്ന് വളരെ കുഞ്ഞിലേ ഞാൻ പല നാടക സമിതിയിലും ചെല്ലുമ്പം എൻ്റെ അന്നത്തെ ഒരു കോലം വളരെ മെലിഞ്ഞ് എനിക്ക് നോക്കി. അപ്പം അതൊരു അന്നത്തെ നാടകം, പണ്ടത്തെ നാടകം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബോസുള്ള ശബ്ദമൊക്കെ ഉണ്ട്. അപ്പം അതൊന്നും പറ്റിയില്ല. പക്ഷേ ഇങ്ങനെ മാറി സിനിമ സംവിധായകരുടെ മുമ്പിലൊന്നും പോയിട്ടില്ല. പിന്നെ ചില ഈ പറഞ്ഞ ഒരു അശോകൻ ചേട്ടനും ഒരു മണികണ്ഠൻ ചേട്ടനും സുരേഷ്, അവരൊക്കെ എന്നെ അങ്ങ് എപ്പോഴും വന്നങ്ങ് നിർബന്ധമാണ്. ആ ഡയറക്ടറെ വിളി, ഈ ഡയറക്ടറെ വിളി, അത് അങ്ങനെ ഇങ്ങനെ, ഈ ഡ്രസ്സ് ഇങ്ങനെ പോരാ, ഇത് ഇങ്ങനെ ആക്കണം, അങ്ങനെ ആക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ സാമ്പത്തികവും നമ്മുടെ പ്രശ്നം കൂടെ അങ്ങനെയൊക്കെ ആരൊക്കെയോ ഞാൻ വിളിച്ചെന്ന് എനിക്ക് ഒരു ഇതുണ്ട്. പക്ഷേ ശക്തമായിട്ടൊന്നും വിളിച്ചിട്ടില്ല. പക്ഷേ ഇത് അപ്രതീക്ഷിതമെന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഇരുന്നപ്പം ഒരു അച്ചാൻസ് വീഡിയോ അദ്ദേഹം വന്ന് എൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുത്തിട്ടപ്പം അത് കണ്ടുകൊണ്ട് കോഴിക്കോടുള്ള മനു ജി എം എന്ന് പറഞ്ഞൊരു ഡയറക്ടർ, അദ്ദേഹം റോബിൻ അമ്പട്ട്, അദ്ദേഹമാണ് എൻ്റെ നിർമ്മാതാവ്, അമേരിക്കനാണ്. അവരുടെ ഒരു കോള് വന്നു, ദ പ്രൊട്ടക്ടർ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് ഒരു വേഷമുണ്ട്, ചെയ്യാവുമെന്ന് വെച്ച്. ഞാൻ പറഞ്ഞു ഓക്കെ. കാര്യം നമ്മുടെ ലക്ഷ്യം വേറെയാണ്. അതിനുവേണ്ടി നമ്മൾ എന്ത് മാർഗം സ്വീകരിക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ സിനിമയ്ക്കകത്ത് പോയി ചെയ്തു. വളരെ നന്നായിട്ട് ടീമായിരുന്നു. നല്ല ഫുഡ്, നല്ല റൂമും, ഭയങ്കര നമ്മളൊക്കെ എത്ര വേണമെങ്കിലും എന്തൊക്കെ ചെയ്ത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഷൈം തോഞ്ചാക്കിയാണ് അതിൻ്റെ നായകൻ. അത് കഴിഞ്ഞിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സുനിൽ എന്ന് പറഞ്ഞ എറണാകുളത്ത് അദ്ദേഹം എന്നെ വിളിക്കുന്നത്. സിനിമ തീർന്നു, സിനിമയുടെ ഫുൾ ഷൂട്ട് കഴിഞ്ഞു, പക്ഷേ മുരളീചേട്ടന് വേണ്ടി ഒരു ചെറിയ റോള് വെച്ചാൽ ഒന്ന് വരാമോ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ പറയുന്നത്. അങ്ങനെ ഞാൻ വന്ന് അതിനകത്തൊരു നല്ല ഫൈറ്റ് സീൻ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അതിശക്തമായിട്ട് ഞാൻ ചെയ്തെന്നൊക്കെ അവർ പറഞ്ഞു. അവർക്ക് എല്ലാവർക്കും സന്തോഷമായി. അത് കഴിഞ്ഞ് ആ സിനിമയുടെ ഒരു പത്രസമ്മേളനത്തിന് വേണ്ടി എന്നെ ക്ഷണിച്ചു. അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ പഴയതിൽ നിന്നും കുറേയും കൂടി നിങ്ങളുടെയൊക്കെ സഹായം കൊണ്ട്, നിങ്ങളുടെ ചാനലുകാരുടെ സഹായം കൊണ്ട് ഉയരങ്ങളിലേക്ക് പറഞ്ഞു. അത് കഴിഞ്ഞ് അടുത്ത ഈ സിനിമയുടെ പ്രൊമോയ്ക്ക് വേണ്ടി എന്നെ ക്ഷണിച്ചു. ആ ക്ഷണം സ്വീകരിച്ചാണ് വന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇനി മുരളി ജയൻ എന്ന് പറഞ്ഞ വ്യക്തി ചാനലുകാരുടെ മുമ്പിൽ വരുമ്പോൾ നിങ്ങളുടെ അച്ഛൻ്റെ ആ ഒരു രീതി തന്നെ എത്തണമെന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നെ അവരെ ഇന്നലെ മൂലം കൊണ്ടുവന്ന് അതിന് വേണ്ടുന്ന കാര്യങ്ങളും ട്രെയിനിങ്ങൊക്കെ നമ്മുടെ ശ്രീ സുനിൽ അദ്ദേഹം ചെയ്തു തന്നു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഇതിൽ ഒന്ന് ഇതിനകത്ത് പങ്കെടുത്തത്. ജയൻ എന്ന മഹാവ്യക്തി ജനകീയനല്ലായിരുന്നു എന്ന് പറയാൻ നിവൃത്തിയില്ല. ജനകീയനായിരുന്നു. ജയൻ എന്ന ആ ജയത്തോടെ തന്നെ ജനകീയനായിരുന്നു. അങ്ങനെയുള്ള ആ മഹാപുരുഷൻ്റെ മകനായ, അല്ലെങ്കിൽ അതിൻ്റെ അനന്തര സോൾ എന്ന് വേണമെങ്കിൽ പറയാം, ആത്മാവിൻ്റെ കണ്ടിന്യൂറ്റി റിലേഷൻ, ആ ഈ ജന്മം എടുത്തിരിക്കുന്ന താങ്കളെ
താങ്കൾക്ക് എന്തൊക്കെയോ അവഗണനകൾ ജീവിതത്തിൽ ഇങ്ങനെ അടുത്ത് നിൽക്കുന്നവർ തന്നെ, തോളിൽ പിടിച്ചിരിക്കുന്നവർ തന്നെ ചവിട്ടി താഴ്ത്തുകയോ അങ്ങനെ ചെയ്യുന്നതായ കഥകൾ പുറത്ത് കേൾക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒരു യഥാർത്ഥ വശം എന്താണ്? വശം വേറൊന്നുമില്ല. ജയൻ എന്ന് പറയുന്ന എൻ്റെ അച്ഛൻ്റെ പേര് എൻ്റെ സ്കൂൾ സർട്ടിഫിക്കറ്റ് ചേർക്കണമെന്നുള്ള മോഹം കുഞ്ഞിലേ ഉള്ളതാണ്. കാരണം എൻ്റെ സ്കൂൾ സർട്ടിഫിക്കറ്റ് വെച്ചിരിക്കുന്ന പേര് എൻ്റെ അച്ഛൻ്റെ പേരല്ല. അമ്മയെ ആദ്യം കല്യാണം കഴിച്ച രാമകൃഷ്ണൻ ആചാരി എന്ന് പറഞ്ഞ ആളുടെ പേരാണ്. അത് എന്നെ അച്ഛൻ്റെ വീട്ടുകാരൊക്കെ പിടിച്ച് കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ പേടിച്ച്, അമ്മ ഒറ്റപ്പെട്ടു പോയി എൻ്റെ ജനനശേഷം. അങ്ങനെ അപ്പോൾ അന്ന് പോലെ എനിക്ക് ഈ അവഗണന ഉണ്ട്. എല്ലാവരും എന്നോട് അവഗണന കാണിക്കുന്നത്. നമ്മുടെ അച്ഛൻ വീട്ടുകാരും പിന്നെ തിരുവനന്തപുരത്ത് ഒരു ജയൻ കലാ സാംസ്കാരിക വേദി അങ്ങനെ കുറേ അംഗങ്ങൾ എന്നോട് ഈ അവഗണന കാണിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഫലമായിട്ട് ഞാൻ കുറേ മാനസികമായിട്ട് വിഷമം അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ഫൈറ്റ് തന്നെയാണ്, അതിൽ പിന്മാറില്ല. അത് ഞാനിങ്ങനെ ശക്തമായിട്ട് തന്നെ നയിക്കും. മാനസിക വിഷമം നമുക്ക് യുദ്ധം ചെയ്യുമ്പോഴും ഉണ്ടാവുമല്ലോ അല്ലേ? യുദ്ധം ചെയ്യുന്ന സമയത്ത് നമുക്കൊരു വാളിൽ നിന്നൊരു വെട്ടേറ്റാൽ അത് വേദനയാവും, മുറിവാവും, ചോരയാവും. അപ്പം നമുക്കൊരു മാനസിക വിഷമം ഉണ്ടാകും. അതുപോലെ മാനസിക വിഷമം നമുക്ക് ഉണ്ടാകുന്നുണ്ട്. യുദ്ധത്തിലെല്ലാം ഉണ്ടല്ലോ. പിന്നെ വിജയം ഉണ്ടാവുമല്ലോ അല്ലേ? ഇടയ്ക്കിടയ്ക്ക് വിജയവും സന്തോഷവും പിന്നെ ദുഃഖവും എല്ലാം വരും. വിഷയമല്ല, പിന്മാറില്ല. അതിൻ്റെ പിന്നിൽ തന്നെയാണ് എന്നോടൊപ്പം ഭയങ്കരമായ ഒരു ജനസമൂഹം തന്നെ കേൾക്കുന്നുണ്ട്. പിന്നെ ഈ സിനിമയുടെ നിർമ്മാതാവ് സുനിൽ സാറും സൈനു ചാവക്കാട് അങ്ങനെ കുറേ ടീം എന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. അവരെന്നെ പ്രൊമോട്ട് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്ത് പ്രശ്നം വന്നാലും എന്തിനേയും തരണം ചെയ്യാൻ തയ്യാറായി ഒരുപാട് ആൾക്കാരിങ്ങനെ നിൽക്കുകയാണ്. സിനിമയുടെ ആത്മാവിനെ അറിയുന്നവർ എന്തായാലും താങ്കളുടെ പിതാവിലൂടെ താങ്കളെ ടച്ച് ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് സ്പർശിക്കാൻ ആഗ്രഹിക്കാത്തവരായി ആരും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് സിനിമാ പത്രത്തിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ പിന്നെ സംഘാടകരെന്നുള്ള രീതിക്ക് ഉള്ള നമ്മുടെ ചിന്തയും. അപ്പോൾ അത് കുറച്ചുകൂടെ പൂർണ്ണമായും തെളിഞ്ഞു വരട്ടെ. താങ്കളുടെ പ്രതിഭ തിരശ്ശീലയിൽ സെല്ലുലോയിൽ ഒരു ചലനം സൃഷ്ടിക്കാൻ തന്നെ കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശീർവദിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. താങ്ക്സ്.